നോക്കൂ, മുസ്ലിം സഹോദരന്മാർ എത്ര വലിയ സാഹോദര്യ ബന്ധത്തിൽ ജീവിച്ച ആളുമാറായിട്ടിന്നാർ, എത്ര വലിയ സാഹോദര്യ ബന്ധം. പക്ഷേ ഇണ്ട് മുസ്ലിമീങ്ങള് പരസ്പര പക. ഔണ്ട് നോക്കിയെങ്കിൽ ഓണുകാവില്ല, ഓണ്ട് കണ്ടെങ്കിൽ ഔണുകാവില്ല, ഔണ്ട് ഉത്തങ്ങനെ കണ്ടെങ്കിൽ ഓണ്ട് ഉത്തുകാവില്ല, ഓണ്ട് ഉത്തങ്ങനെ കണ്ടെങ്കിൽ ഔണ്ട് ഉത്തുകാവില്ല, മച്ചുഞ്ചിര കണ്ടെങ്കിൽ ഇപ്പുറത്ത് ഓളുകാവില്ല, ഓല കണ്ടെങ്കിൽ ആ മച്ചുഞ്ചികാവില്ല, വലിയ മച്ചുഞ്ചിര കണ്ടെങ്കിൽ ചെറിയ മച്ചുഞ്ചികാവില്ല, മാമിര കണ്ടെങ്കിൽ മറമോളുകാവില്ല. എന്തുകൊണ്ട് ഈ നിലക്കുള്ള ഒരു അവസ്ഥക്ക് എത്തിപ്പോയേ? എന്തുകൊണ്ട് ഈ നിലക്കുള്ള ഒരു അവസ്ഥക്ക് എത്തിപ്പോയേ? യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ അല്ലാഹുൽ തഖ്വ ചെയ്ത് ജീവിക്കരകനത്തെ ആളുമാറ് ഏത് വിഷയമെന്നെങ്കിലും എങ്ങനത്തെ സന്ദർഭമെന്നെങ്കിലും അങ്ങ് അല്ലാഹുടെ പേടിച്ചിട്ട് അല്ലാഹുടെ ഓർത്തിട്ടു അല്ലാഹുക്ക് വേണ്ടിയിട്ട് സാഹോദര്യ ബന്ധത്തിൽ ജീവിക്കൊണ്ടിട്ട് സ്വഹാബത്ത് ಅದಕ್ಕೆ മാതൃക കാട്ടി തന്നര്. സ്വഹാബത്ത് അതിനെ മാതൃക കാട്ടി തന്നര്. അങ്ങനെ മനസ്സിൽ നഞ്ചി ചുള്ളതില്ലേ ഇല്ല, അങ്ങനെ മനസ്സിൽ അസൂയ ചുള്ളതില്ലേ ഇല്ല, അങ്ങനെ മനസ്സിൽ കിബുറു ചുള്ളതില്ലേ ഇല്ല, അങ്ങനെ മനസ്സിൽ പക ചുള്ളതില്ലേ ഇല്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം നിറഞ്ഞിട്ട് മാലിന്യമായി പോയിട്ട് എത്രത്തോളം അസൂയ ചൊന്നെങ്കിൽ പണ്ട് ഒരു ഉമ്മക്ക് മോന് സൗദിരെ ഫോണാക്കിട്ടാകുമ്പോത്തുകൂ മോൻ ഉമ്മരൊട്ടിക്ക് കേൾക്കടേവല്ല എന്തുമ്മ റാഹത്തുല്ല ഉമ്മ ഭാര്യ ബേജാറില്ല ഉല്ല മോൻ ഔട്ട് എവിടെ കേട്ടു എന്റെ ഉമ്മ അങ്ങനെ ചൊല്ലി നാൻ നിങ്ങൾ അലിക്കാത്തെടുക്കോ പൈസ കിടത്തിരല്ലേ ഉമ്മ ഉമ്മകത്തിൽ കൊസിയാവട്ടുണ്ട് പാവ മോണ് ചൊന്നി അവനോടെ ബയറും ബായി കെട്ടിട്ട് അവനുള്ള ജാഗ്രതയാക്കി പൈസ വെച്ചോല്ലേ അലിക്കാത്തെടുക്കണോ പൈസ കടത്തിലേ ചൊല്ലുമ്പത്തുകൂ ഉമ്മ ചൊല്ലുടെ പോലെ ഇല്ല മോൻ അത് നിന്റെ മൂത്തവണോൻ എന്തിനാ അവർ ഒഴിവാട്ടാക്കിയിട്ട് ആ പൈസ തീർത്തിട്ട് അലിക്കാത്തെടുത്തിട്ടില്ല. ആ സാറല്ലേ ഉമ്മ നീ ബേജാറാക്കണ്ട ഇൻഷാല്ല നാ ബദലേ പൈസ ആക്കിയിട്ട് അലിക്കാത്ത് കടത്തുക ചൊല്ലും ഉമ്മ ചൊല്ലേ അതല്ല മോനെ നാ കലിക്കാത്ത് ബന്നില്ലെങ്കിലാവും ആ നേരുടെ സാറമ്മയുടെ കാതിൽ അലിക്കാത്ത് കാണാൻ ഒത്തുകൊണ്ടല്ല കാതായം കുറുക്കെ പറഞ്ഞു പോയെങ്കിൽ ഉണ്ടായോണ്ടുണ്ട് മനസ്സിലുണ്ട്. ഈമ കലിക്കാത്ത് കിട്ടാത്ത ബേജാറല്ല, നേരുടെ സാറമ്മയുടെ അലിക്കാത്ത് കാണുമ്പോ സദിക്കില്ലേ, നേരുടെ ഒരാളെ പെണ്ണിടെ കാതിൽ അലിക്കാത്ത് കാണുമ്പോ തടയില്ല. ആ നിലക്കുള്ള ഒരു അവസ്ഥ മനസ്സ് മലിന്യമായി പോയിട്ട് അസൂയ വന്നു കൂടി പോയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാർ ഹബീബായ തങ്ങളുടെ സ്വഹാബികൾ എല്ലാ നാളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണുമ്പോഴത്തേക്കു ഓടി പോയിട്ട് അസ്സലാമു അലൈക്കും അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ, അല്ലാഹുവിന്റെ സലാമത്ത് നിങ്ങൾക്കുണ്ടാവട്ടെ ചൊന്നു സലാമു ചൊല്ലൂ. എല്ലാ നാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കാണുമ്പോഴത്തേക്കു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ സലാമു ചൊല്ലൂ. ഒരു നാൾ അലിയാർ തങ്ങളെ കാണുമ്പോഴത്തേക്കു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണ്ടത് കാണുമ്പോഴത്തേക്കു അലിയാർ തങ്ങൾ സലാമു ചൊല്ലില്ല. ഇന്നലെ വരേക്കും സിദ്ദീഖുൽ അക്ബർ കാണുമ്പോഴത്തേക്കു ഓടിപ്പോയി സലാമു ചൊല്ലി അലിയാർ തങ്ങളുണ്ടല്ലേ എന്റെ അബൂബക്കറെ കണ്ടിട്ടും കാണാത്തതുപോലെ ആക്കിയോണ്ടുണ്ടു. അല്ലാഹുവിന്റെ റസൂലെ സ്വഹാബിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വല്ലാണ്ട് ബേജാറായി പോയിട്ട് പടച്ചോനെ നബി തങ്ങളെ മറമോണുകോ നണ്ടിട്ട് എന്തെങ്കിലും ബേജാറായത് കൊണ്ടാ, അലിയാർ തങ്ങൾക്ക് നണ്ടിട്ട് എന്തെങ്കിലും ബേജാറായത് കൊണ്ടാ, അലിയാർ തങ്ങളുടെ മനസ്സിക്ക് ബേജാറാവിടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നന്റെ ഭാഗത്തിൽ വന്നിട്ട് മീത് പോയിട്ടാ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനം അലിയാർ തങ്ങളെ മുട്ട പോയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അലിയേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാമത്തും അല്ലാഹുവിന്റെ റഹ്മത്തും ഇക്കട്ടെ അലിയേ. ഈ സലാം അലിയാർ തങ്ങൾക്ക് ചൊല്ലുമ്പോഴത്തേക്കു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ സലാം മടക്കിടേ. അബൂബക്കറിന്റെ മനസ്സിൽ വല്ലാത്ത ബേജാറാണ്. ഇന്നലെ വരേക്കും നന്റെ കാണുമ്പോ സലാമു ചൊല്ലി അലിയെ എന്റെ നന്റെ കാണുമ്പോ എന്റെ സലാമു ചൊന്നില്ല. നേരെ അല്ലാഹുവിന്റെ റസൂലിനെ മുട്ട പോയിട്ട് ചൊല്ലൂടൂ യാ റസൂലല്ലാഹ് നബിയേ അലിയാർ നന്റെ കണ്ടിട്ടും നക്ക് സലാമു ചൊന്നില്ല നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച് കേക്കിട് ഓ അലി ഇബ്നു അബീ ത്വാലിബ് അലിയേ എന്റെ നിങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കണ്ടിട്ടും സലാമു ചൊല്ലാത്തേ. ഇന്നലെ വരേക്കും സിദ്ദീഖുൽ അക്ബറിനെ കാണുമ്പോ സലാമു ചൊന്നിനിങ്ങ എന്റെ നിങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാണുമ്പോ സലാമു ചൊല്ലാത്തേ കേൾക്കുമ്പോ ഹബീബായ തങ്ങളെ മൊറമോണു അലിയാർ തങ്ങൾ ചൊല്ലൂടു ഈ രാത്രിയിൽ ഞാൻ സ്വർഗമിൽ ഒരു മന്ദിര കണ്ടിട്ട് ചോദ്യം ചെയ്തിതാർക്കതിനുത്തര ആദ്യം സലാം പറയുന്നവർക്കാനെന്ന
അതുകൊണ്ട് സിദ്ദീഖിനൊടിഞ്ഞത് തന്നെ അല്ലാഹുവിന്റെ റസൂല മർമോണ് നിബിതങ്ങളുടെ ചൊല്ലോടോ നബിയേ നാണെന്റെ സലാം ചൊല്ലാതെ കൊണ്ടുണ്ട നാണെന്റെ അബൂബക്കർക്ക് സലാം ചൊല്ലാതെ കൊണ്ടുണ്ട ഇന്നലെ ജാബുകളാണ് നന്റെ കിനാവിലൊരു സ്വർഗം കണ്ട നബിയേ നിന്റെ ഉറക്കില് നാണൊരു കിനാവ് കണ്ട നബിയേ ആ കിനാവില് നാണ് കണ്ടത് അല്ലാഹുടെ സ്വർഗമാണ് ആ കിനാവില് നാണ് കണ്ടത് അല്ലാഹുടെ സ്വർഗമാണ് നബിയേ ആ സ്വർഗത്തിൽ വല്ലാത്ത ഒരു വിശിഷ്ടമായ മനോഹരമായ കൊട്ടാരത്തെ കണ്ട നബിയേ എന്നിട്ട് ഈ കൊട്ടാരം മാറുകൊള്ളതേണ്ടതാണ് കേൾക്കുമ്പോ തുകോ അല്ലാഹുടെ മലക്കുകൾ നണ്ടിട്ടുക ചൊല്ലൂടെ അലിയേ ഒരു മുസ്ലിം പിന്നൊരു മുസ്ലിമിനെ കാണുമ്പോ തുകോ ഒരു മുഅ്മിന് പിന്നൊരു മുഅ്മിന്റെ കാണുമ്പോ തുകോ ഒന്നാമതാരാണോ അസ്സലാമു അലൈക്കും ചൊല്ലൂടെ അവനു അല്ലാഹുടെ സ്വർഗത്തിലുള്ള ഭവനമാണ് ആദ്യം സലാമു ചൊന്നവനു അല്ലാഹുടെ സ്വർഗത്തിലുള്ള ഭവനമാണ് അതുകൊണ്ട് നബിയേ എല്ലാ നാളും നാണല്ല നബിയേ സലാമു ചൊല്ലുടേ എല്ലാ നാളും നാണല്ല നബിയെ സലാമു ചൊല്ലുടേ അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അല്ലാഹുടെ സ്വർഗ്ഗത്തിലുള്ള കൊട്ടാരമുണ്ടല്ലേ നബിയേ അബൂബക്കർക്കും ആ കൊട്ടാരം കിട്ടണോ ചൊന്നിട്ടു ഒന്നാമത് സലാമു ചൊല്ലണകുള്ള അവകാശമുണ്ടല്ലേ നാണേ സലാമു ചൊന്നെങ്കിൽ നക്ക് മാത്രമല്ലേ നബിയെ കിട്ടരേ അതുകൊണ്ട് അബൂബക്കർ സലാമു ചൊല്ലണക്കു വേണ്ടിട്ട് പേനൂട്ട് കരുതി കൂട്ടിയിടുന്നാണ് സലാമു ചൊല്ലാത്ത നബിയേ എന്തൊരു സഹോദരിയ ബന്ധ നക്ക് കിട്ടി നിഅമത്ത് നിന്റെ സഹോദരനുക്കും കിട്ടണോ നക്ക് കിട്ടി അല്ലാഹുടെ സ്വർഗ്ഗം നിന്റെ സഹോദരനുക്കും കിട്ടണോ എവിടെകവൈത മുസ്ലിം ബാലക്കാരാ നിസ്സാരമായ രാജകീയത്തെ ലാഭത്തുക്ക് വേണ്ടിയിട്ട് നിസ്സാരമായ നശിച്ചു പോണ്ട ദുനിയാവിടെ താല്പര്യത്തുക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിൽ പോലും പിണങ്ങി നിൽക്കുന്ന ഒരു ചുറ്റുപാടുക നാണും നിങ്ങൾ എത്തില്ലേ സ്വർഗത്തിലുള്ള കൊട്ടാരം കിട്ടുമ്പോ അത് നക്ക് മാത്രമല്ല നിന്റെ സഹോദരനും കിട്ടുന്നുണ്ട് കൊതിച്ച ആൾമാരാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിങ്ങ പക്ഷെ നങ്ങ എന്തിനു കിട്ടുമ്പോ നക്ക് കിട്ടിയത്ര മയ്യ വരാ അതാർക്കും കിട്ടിയത്ര മയ്യത്ത് ചൊല്ലിട്ട് വിഷയമേ ഇല്ല എത്ര കിട്ടിയെങ്കിലും അങ്ങനെ മയ്യായിട്ടില്ല മനുഷ്യന്മാർ അങ്ങനെ എത്ര കിട്ടിയെങ്കിലും അവനൊക്കെ എത്ര നുറച്ചു കൊടുത്തെങ്കിലും ബംഗാര പർവ്വത ഇന്നെങ്കിൽ പോലും എങ്ങനെ ഇന്നൊരു ബംഗാര പർവ്വതാക്കടേണ്ട മനുഷ്യൻ ചിന്തനാക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ബംഗാര പർവ്വത ഇന്ന ആള് പോലും ഇന്നൊരു ബംഗാര പർവ്വതാക്കടെ എങ്ങനെയായിട്ട് ആലോചനാക്കൂ പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല ഹൃദയം ശുദ്ധിയാക്കി വെക്കണം ഒരാൾക്ക് ഒരു കൊസിയാകുമ്പോ അങ്ങനെ മനസ്സുകത് കൊസിയാവാ വലിയ ഒരു പൈസക്കാരാണ് ഒരു രാജാവ് വലിയൊരു രാജാവ് പോലത്തെ ഒരാൾ അയാളെ കണ്ടിട്ട് ഇതയാള് വലിയ ആചാർ പ്രായത്തിൽ എന്തിനാ ആചാർ നയാ പൈസ ഒരാൾ കൊടുക്കാത്ത ആളുണ്ട് അപ്പോൾ അയാൾ എന്തെങ്കിലും ഒന്ന് ചൊന്നിട്ട് അയാൾ ഒരാൾക്ക് നയാ പൈസ കൊടുത്തില്ലെങ്കിലും അയാളെ കാണുമ്പോ അൽഹംദുലില്ലാഹ് അയാൾ ഒരാൾക്ക് നയാ പൈസ കൊടുത്തില്ലെങ്കിലും വെറുതെ കൊടുത്തില്ലെങ്കിലും ഞങ്ങൾക്ക് അയാളിട്ടേക്ക് കട വേണമെങ്കിൽ കിട്ടുമല്ലേ അപ്പൊ അയാളിട്ടേക്ക് ഉപകാരമുണ്ടു അയാൾ ഒരാൾക്ക് ഒരു രൂപയുടെ പൈസ കടവും കൊടുക്കാത്ത ആള് അൽഹംദുലില്ലാഹ് അതും വലിയ ഉപകാരമാണ് അയാൾ ആർക്ക് കട തന്നില്ലെങ്കിൽ അയാൾക്കാരെങ്കിലും കട കൊടുക്കരെ എനിക്ക് ഒരു ആവശ്യകത ഇല്ലല്ലേ അയാൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തില്ലേ എങ്കിലും അയാൾ കിട്ടിയ സമ്പത്ത് അൽഹംദുലില്ലാഹ് അയാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കലക്ഷൻ ആക്കണ്ടല്ലേ അയാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഇതുപോലത്തെ ഫംഗ്ഷന് വെച്ചിട്ട് പൈസ ഉസലാക്കണ്ടല്ലേ അയാൾക്ക് കൊടുക്കണു അയാൾക്കുള്ളത് അല്ലാഹു അയാളുടെ കയ്യിലെ കൊടുത്തുത്തല്ലേ ഒരാൾക്ക് സമ്പത്ത് എന്തെങ്കിലും ഒരു നിഅമത്ത് കിട്ടിയെങ്കിൽ ബാക്കി ഞങ്ങൾ സന്തോഷപ്പെടണോ ബാക്കി ഞങ്ങൾ കൊസി പടയണോ ബാക്കി ഞങ്ങൾ അല്ലാഹുക്ക് ശുക്ർ ചെയ്യണോ അയാൾക്ക് കിട്ടിയ നിഅമത്തിനെ ഓർത്തിട്ടു ആ നിഅമത്തിൽ ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടായില്ലേ ചൊല്ലതല്ല അയാൾ ഒരാൾക്ക് ഒരു പൈസവും കൊടുക്കാത്ത ആളാണെങ്കിൽ പോലും പടച്ചോനെ അൽഹംദുലില്ലാഹ് അയാൾക്ക് നിഅമത്ത് കൊടുത്ത കാരണം അയാൾക്ക് വേറാരെങ്കിലും ഇങ്ങനെ അയാൾ വന്ന് അങ്ങനൊട്ടേക്ക് കൈ നീട്ടണമെങ്കിലല്ലേ ആ നിലക്ക് അയാളെ കാണുമ്പോഴത്തേക്ക് സന്തോഷപ്പെടും ആ നിലക്ക് അയാളെ കാണുമ്പോഴത്തേക്ക് അല്ലാഹുവിനെ സ്തുതിക്കണോ ഇതാണ് ഈമാൻ ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയത്